അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശുഅറ എന്ന അധ്യായത്തിലെ 19-ാമത്തെ ആയത്ത് മുതലുള്ള ഇതിൻ്റെ അർത്ഥവും ആശയവുമാണ്. അല്ലാഹു ലതീഫും ബി ഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. ഇതാണ് 19-ാമത്തെ ആയത്ത്. അല്ലാഹു ലതീഫുൻ ബി ഇബാദിഹി, അല്ലാഹു തൻ്റെ അടിമകളോട് വളരെ ദയയുള്ളവനാണ്. യർസുഖു മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഭക്ഷണം നൽകുന്നു, കൊടുക്കുന്നു. വഹുവൽ ഖവിയ്യുൽ അസീസ്, അവൻ ശക്തനും അജയ്യനുമാണ്. അള്ളാഹു തൻ്റെ അടിമകളോട് വളരെ ദയയുള്ളവനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കുന്നു. അവൻ ശക്തനും അജയ്യനുമാകുന്നു. ഇവിടെയുള്ള യർസുഖു എന്നതിന് പല പണ്ഡിതന്മാരും പല അർത്ഥമാണ് പറഞ്ഞു കാണുന്നത്. അതായത് യർസുഖു എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഭക്ഷണം കൊടുക്കുക എന്നതിന് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ ഭക്ഷണം കൊടുക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അവിടെ മയ്യഷാവിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അള്ളാഹു അധികാരം കൊടുക്കുന്നു, ചിലർക്ക് സാമ്പത്തികം കൊടുക്കുന്നു, ചിലർക്ക് കവിഞ്ഞതായ കലാവാസനകൾ കൊടുക്കുന്നു, ആരോഗ്യം കൊടുക്കുന്നു. അങ്ങനെയൊക്കെ അവിടെയുള്ള യർസുഖു എന്നതിന് ചില മുഫസ്സിരീങ്ങൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫീ ഹർസിഹി വമൻ കാന യുരീദു ഹർസദ് ദുനിയാ നൂതിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. മൻ കാന യുരീദു ഹർസൽ ആഖിറതി, പരലോകത്തിലെ കൃഷിയെ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ നസിദ് ലഹു ഫീ ഹർസിഹി, അവൻ്റെ വരുമാനത്തിൽ നാം വർധനവുണ്ടാക്കും. വമൻ കാന യുരീദു ഹർസദ് ദുനിയാ, ദുനിയാവിലെ വരുമാനമാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നതെങ്കിൽ നൂതിഹി മിൻഹാ, അതിൽ നിന്നവർക്ക് നാം കൊടുക്കുമ്പോൾ മാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, പരലോകത്തിൽ അവർക്ക് യാതൊരു ഓഹരിയും ഉണ്ടായിരിക്കുന്നതല്ല. ആരെങ്കിലും തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പരലോക വരുമാനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തൻ്റെ വരുമാനത്തിൽ നാം അവന് വർധനവുണ്ടാക്കി കൊടുക്കും. ആരെങ്കിലും ഈ ലോകത്തിലെ വരുമാനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് ഇതിൽ നിന്നും നാം കൊടുക്കുന്നതാണ്. പരലോകത്ത് അവന് യാതൊരു വിഹിതവും ഉണ്ടായിരിക്കുന്നതല്ല. ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയൊരു താക്കീതാണ് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നൽകുന്നത്. നമുക്കെല്ലാം വരുമാനത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. എല്ലാവരും വരുമാനത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. അപ്പോൾ അത് ദുനിയാവിലെ മാത്രമായി പോകരുത്. ദുനിയാവിൽ മാത്രമായ എന്താ അങ്ങനെ ഉദ്ദേശിച്ചതെങ്കിൽ അവനക്ക് ദുനിയാവ് കൊടുക്കും, പക്ഷെ പരലോകത്തൊന്നും കിട്ടൂല. പക്ഷെ സത്യവിശ്വാസി എന്താ പറയേണ്ട? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിൽ നല്ലത് വേണം, പരലോകത്തും നല്ലത് വേണം, നരകശിക്ഷയിൽ നിന്ന് കാക്കണം.
ഇതായിരിക്കണം സത്യവിശ്വാസിയുടെ പ്രാർത്ഥന, അതായിരിക്കും, അതിനു വേണ്ടിയായിരിക്കണം അവൻ്റെ പ്രവർത്തനങ്ങൾ. നമ്മൾ അങ്ങനെ ചെയ്താൽ മാത്രമേ വല്ല കാര്യമുള്ളൂ. ചിലർ വിചാരിക്കും, ചിലരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും, പക്ഷേ അവർ മൊത്തം ദുനിയാവിന് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കുന്നത്. അല്ല, അവരുടെ പ്രവർത്തനം ദുനിയാവിലും ആഖിറത്തിലുമുള്ള വിഹിതമുണ്ടാകുന്ന പ്രവർത്തനമാകുന്ന ആളുകളും ഉണ്ട്. സയ്യിദന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാമല്ലോ. എന്തായാലും അതേപ്പറ്റി കൂടുതൽ വിശദീകരിക്കാതെ അടുത്ത ആയത്തിലേക്ക് പോകാം. അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലൻ യഅ്ദൻ ബിഹില്ലാഹ് വലൗലാ കലിമത്തുൽ ഫസ്ലി ലഖുദിയ ബൈനഹും വഇന്ന ളാലിമീന ലഹും അദാബുൻ അലീം. അം ലഹും ശുറകാ, അവർക്ക് കൂട്ടുകാരോ, ശറഉ ലഹും മിനദ്ദീനി, അവർ ചിലത് മതത്തിൽപ്പെട്ടതായി അവർക്ക് നിയമിച്ചു കൊടുത്തിട്ടുള്ള പങ്കാളികൾ അവർക്കുണ്ടോ? വലൗലാ കലിമത്തുൽ ഫസ്ലി, തീരുമാനത്തിൻ്റെ വാക്ക് മുമ്പുണ്ടായിരുന്നില്ലെങ്കിൽ, ലഖുദിയ ബൈനഹും, അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുമായിരുന്നു. വഇന്ന ളാലിമീന, നിശ്ചയം അക്രമികളായ ആളുകൾ, ലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. പക്ഷേ അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത ചിലത് മതത്തിൽപ്പെട്ടതായി അവർക്ക് നിയമിച്ചു കൊടുത്തിട്ടുള്ള ചില പങ്കാളികൾ അവർക്കുണ്ട്. തീരുമാനത്തിൻ്റെ വാക്കുണ്ടായിരുന്നില്ലെങ്കിൽ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുമായിരുന്നു. തീർച്ചയായും അക്രമികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. തറൽ ളാലിമീന മുശ്ഫിഖീന മിമ്മാ കസബൂ വഹുവ വാഖിഉം ബിഹിം വല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ഫീ റൗളാത്തിൽ ജന്നാത്ത് ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം ദാലിക ഹുവൽ ഫളിലുൽ കബീർ. തറൽ ളാലിമീന, അക്രമികളായ മനുഷ്യരെ നീ കാണും. മുശ്ഫിഖീന മിമ്മാ കസബു, മുശ്ഫിഖീന, അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മിമ്മാ കസബു, തങ്ങൾ സമ്പാദിച്ചു വെച്ചതിനെ പറ്റി. തങ്ങൾ സമ്പാദിച്ചു വെച്ചതിനെ പറ്റി ഭയപ്പെടുന്നവരായി അക്രമികളെ നിങ്ങൾക്ക് കാണാം. വഹുവ വാഖിഉം ബിഹിം, അതാകട്ടെ അവർക്ക് മേൽ സംഭവിക്കുക തന്നെ ചെയ്യും. വല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, ഫീ റൗളാത്തിൽ ജന്നാത്ത്, സ്വർഗത്തിൻ്റെ തോട്ടങ്ങളിലായിരിക്കും. ലഹും, അവർക്കുണ്ട്, മാ യശാഊന ഇൻദ റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അതവർക്കുണ്ട്. ദാലിക ഹുവൽ ഫളിലുൽ കബീർ, അത് മഹത്തായ വിജയം തന്നെയാണ്, മഹത്തായ അനുഗ്രഹം തന്നെയാണ്. തങ്ങൾ സമ്പാദിച്ചു വെച്ചതിനെ കുറിച്ച് ഭയപ്പെടുന്നവരായി ഈ അക്രമികളെ നിങ്ങൾക്ക് കാണാം. ആ ശിക്ഷ അവരിൽ സംഭവിക്കുക തന്നെ ചെയ്യും. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാകട്ടെ അവർ സ്വർഗത്തോപ്പുകളിലായിരിക്കും. തങ്ങളുടെ നാഥൻ്റെ പക്കൽ തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അതവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് മഹത്തായ അനുഗ്രഹം. ذَلِكَ الَّذِي يُبَشِّرُ اللَّهُ عِبَادَهُ الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ قُل لَّا أَسْأَلُكُمْ عَلَيْهِ أَجْرًا إِلَّا الْمَوَدَّةَ فِي الْقُرْبَى وَمَن يَقْتَرِفْ حَسَنَةً نَزِدْ لَهُ فِيهَا حُسْنًا إِنَّ اللَّهَ غَفُورٌ شَكُورٌ. ذَلِكَ الَّذِي, അത് തന്നെയാണ്,
യുബശ്ശിറുല്ലാഹു ഇബാദഹു, അള്ളാഹു തൻ്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, എങ്ങനെയുള്ള അടിമകളാണ്? അവർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളും ചെയ്യുന്നവർ. കുൽ നബിയെ പറയണം, ലാ അസ്അലുക്കും അലൈഹി അജ്റ, ഇത് പറഞ്ഞു തരുന്നതിന് നിങ്ങളോട് യാതൊരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, അടുത്ത ബന്ധുക്കാരോടുള്ള സ്നേഹം മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. വമൻ യക്തരിഫ് ഹസനത്തൻ, ആരെങ്കിലും ഒരു നന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ നസിദ് ലഹു ഫീഹാ ഹുസ്ന, അതിൽ നാം അവന് ഒരു പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇന്നല്ലാഹ ഗഫൂറുൻ ശക്കൂർ, അള്ളാഹു വളരെ പൊറുക്കുന്നവനും പ്രതിഫലം ഏറ്റിക്കൊടുക്കുന്നവനുമാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാർക്ക് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നതാണിത്. പറയുക, ഇതിൻ്റെ പേരിൽ യാതൊരു പ്രതിഫലവും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല. അടുത്ത ബന്ധത്തിന് വേണ്ടി സ്നേഹം മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ആരെങ്കിലും ഒരു നന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൽ അവന് നാം പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും പ്രതിഫലം ഏറ്റിക്കൊടുക്കുന്നവനുമാണ്. അള്ളാഹു കുടുംബ ബന്ധം ചേർക്കുന്നതിനെക്കുറിച്ച് ഈ ആയത്തിൽ സൂചന നൽകുന്നു. അതുപോലെ ദീനീ കാര്യങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനുവേണ്ടി പ്രത്യേക പൈസയോ ചിലവൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, ഇക്കാലത്ത് വർദ്ധിച്ചു വരുന്ന ഓരോരു വയത് കേൾക്കണമെങ്കിൽ തന്നെ വലിയ പൈസ നമ്മൾ മുടക്കണം. അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് റസൂലിനോട് ഇതിൽ പറയുന്നത്. നിങ്ങൾക്ക് ദീന് പറഞ്ഞു തരുന്നതിൽ ഞാൻ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല, ചോദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് സത്യം. ഞാനെപ്പറ്റി വല്ലാതെ വിശദീകരിക്കാത്തത് അത് നമ്മുടെ നിലവിലുള്ള ഉസ്താദന്മാർക്കൊക്കെ പാരയാകുമെന്ന് കരുതിയിട്ടാണ്. അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.